ഞാൻ ഇപ്പോഴും കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും ചോദിക്കും ഇക്കയ്ക്ക് എന്നിൽ എന്ത് കണ്ടിട്ടാണ് ഏറ്റവും ഇഷ്ടമായതെന്ന്. ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങൾ വിളിച്ചു ചോദിച്ചു, സംഭവം നിങ്ങൾ വിളിച്ചു ചോദിച്ചു. മനസ്സിന്റെ സൗന്ദര്യം എന്ന് മാത്രം പറയുന്നേക്കുന്നത് ബ്രാക്കറ്റിൽ ഇട്ടു. അത് ഒരിക്കലും പറയില്ല. ഇല്ല ഇല്ല. അതെന്താ അങ്ങനെ? മനസ്സിന്റെ സൗന്ദര്യം മുഖത്ത് മാത്രമേ സൗന്ദര്യമുള്ളൂ. ഇത് എനിക്കും അറിയാത്ത ക്വസ്റ്റ്യൻ ആ. ഇത് നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഇക്കനോട് വേറെ ഏതെങ്കിലും രീതിയിൽ വിളിച്ച് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഞാൻ ഇതിന് എന്ത് പറയുന്നത്? കാരണം ഞാൻ ഇന്നലെ രാത്രി പോലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാ. ഇക്കയ്ക്ക് എന്നെ കണ്ടില്ലേ ഏറ്റവും ആദ്യമായിട്ട് ഇക്കയ്ക്ക് എന്താണ് അട്രാക്ട് ചെയ്തത്? മറ്റേ നിവിൻപോളി പറഞ്ഞ പോലെ തന്നെ എന്റെ മുടി, എന്റെ സൗണ്ട് എല്ലാം അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഇല്ലേ? നിവിൻപോളി ആദ്യമായിട്ട് ഏത് ഡ്രസ്സാ ഇട്ടെന്ന് പോലും ഇക്ക ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നോക്കിട്ടെ, ഇക്കയില് എന്താണ് അട്രാക്ട് ചെയ്തത്? ഇക്ക ആദ്യത്തെ ഡ്രസ് അടക്കം പറയണം. ഇവിടെ പറഞ്ഞല്ലോ കന്തൂർ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇക്കയില് കാണാൻ. ഇക്കയുടെ ആ ഒരു മുഷടത്തരം കുറച്ച് ഇഷ്ടമാണ്. നല്ല മുഷടത്തരമാണ് അത്. എനിക്ക് ഇക്കയിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ എത്ര വലിയ ആളായിക്കോട്ടെ, ഇക്കയ്ക്ക് പറയേണ്ടത് മുഖത്തൂക്കി പറയും. അതിനിപ്പോ ഇക്കത് അയ്യോ അവരോട് നമ്മളത് പറഞ്ഞ അത് പിന്നെ നമ്മൾ അങ്ങനെ മറച്ചു വെക്കുക അങ്ങനെയൊന്നുമില്ല. ഇക്ക തുറന്നടിച്ചു പറയും. അപ്പൊ നമ്മുടെ ഉർവശി ചേച്ചി, ഈ ക്യാരക്ടർ നമുക്ക് മറക്കാനേ കഴിയാത്തൊരു ക്യാരക്ടർ അല്ലേ? സത്യം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനും അതായിട്ട് റിലേറ്റഡ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. കണ്ടുമുട്ടിയ ദിവസം, ഇഷ്ടം പറഞ്ഞ ദിവസം, പിണങ്ങിയ ദിവസം, അങ്ങനെ എല്ലാ കാര്യവും ഓർത്ത് വെക്കുന്നത് ആരാ? ഞാനാണ് മെയിൻ. ഉർവശിയാണോ ഇതിലെ? ഒബ്വിയസ്ലി. അന്ന് എന്നോട് എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. ഒരാഴ്ചന്റെ ഉള്ളിൽ എന്തൊക്കെ പറയാൻ സമയം കിട്ടിയതാ ഞാൻ ആലോചിക്കുന്നത്. ഒരാഴ്ചന്റെ ഉള്ളിൽ അന്ന് രാത്രികളിലൊക്കെ ഫുൾ ടൈം സംസാരിക്കും. രാവിലെ വരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഫോണില്. പിന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല ഇതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് ഞാൻ പറയും അന്ന് ഇക്ക അങ്ങനെ പറഞ്ഞില്ല, അപ്പൊ അവള് തുടങ്ങി. നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല കേട്ടോ. എപ്പോഴേലും ഷംനയുടെ കാര്യത്തിൽ ഇക്കയോ അല്ലെങ്കിൽ ഇക്കയുടെ കാര്യത്തിൽ ഷംനയോ മറന്നുപോയിട്ട് സീനായിട്ടുള്ള രസകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ മാരേജ് ഡേറ്റ്, അങ്ങനെ എന്തെങ്കിലും സംഭവം മറന്നുപോയി. പുള്ളിക്കാരൻ ഭയങ്കര ബിസി മാൻ ആണല്ലോ. ഷംന താത്ത ഓൾസോ ബിസിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മറന്നു പോവാം. ഇല്ല, ഞാനങ്ങനെ മറക്കുകയില്ല. കാരണം ഞാൻ എല്ലാം മെമ്മറിബിൾ ഓർത്ത് വെക്കുന്ന ഒരാളാണ്. നോമ്പ് സമയത്തായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു ദിവസം. മെയ് 6th ഞാനും ഇക്കും ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ ഇക്കത് ഓർത്തില്ല. ഞങ്ങൾ ആരും അങ്ങനെ അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലവർ പിടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്, ഒരു ചെറിയൊരു ഫ്ലവർ പിടിച്ചിട്ട്. അപ്പം പെട്ടെന്ന് നോമ്പൊക്കെ മുറിച്ചു കുറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വേഗം ഫ്ലവർ ഒക്കെ കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോ ഇക്കയ്ക്ക് ആകെ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ഇക്ക അങ്ങനെ മറന്നിട്ടൊന്നുമില്ല, എല്ലാം ഓർത്ത് ചെയ്യും.